നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം കൊട്ടിയത്തുള്ള ഡ്രീംസ് മാളിലാണ്. ഈ ഡ്രീംസ് മാളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊല്ലത്തെ ഏറ്റവും വലിയ മാളാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് സഹകരണ മേഖലയിലെ ആദ്യത്തെ മാളാണ് ഡ്രീംസ് മാൾ. അപ്പം ഉടൻ തന്നെ ഇത് പ്രവർത്തനം ആരംഭിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മളെ ലാലേട്ടൻ്റെ സ്വന്തം ആശീർവാദ തിയേറ്റർ ഇവിടെ ഇനാഗ്രേഷൻ കഴിഞ്ഞ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 3 തിയേറ്ററാണ് ഇതിനകത്തുള്ളിലുള്ളത്. അപ്പം നമുക്ക് ഒന്ന് കയറി പരിശോധിക്കാം എന്താണ് ഇതിൻ്റെ അകത്ത് തിയേറ്ററിൻ്റെ അകം കാഴ്ചവെക്കുന്നതെന്ന്. ഇതാണ് മാളിൻ്റെ അകം. ഇപ്പം പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ KFC ലോഞ്ചായിട്ടുണ്ട്. നേരത്തെ തന്നെ KFC ഉണ്ടായിരുന്നു. അപ്പം KFC ഇപ്പം നിലവിൽ KFCയും ഡൊമിനോസും ഉള്ളെന്ന് തോന്നുന്നു ഇപ്പോൾ പ്രവർത്തനം. പിന്നെ നമുക്ക് 3ാമത്തെ നിലയിലോട്ട് വേണം പോകാൻ. ഇവിടെ HP ഒരു സെൻറ്റർ വേണം. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ അതാ ഇവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഏകദേശം വലിയ എസ്കലേറ്ററൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഫിറ്റ് ചെയ്യണം. പണികളൊന്നും പൂർത്തിയായിട്ടില്ല. ഒരു 70% മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. ഇനി നമുക്ക് ലിഫ്റ്റ് വഴി മുകളിലോട്ട് കയറി നോക്കാം. ഗ്രൗണ്ടിൽ തന്നെ ഇവിടെയാണ് ലുലുവിൻ്റെ ഫ്രഷ് വരുന്നത്. കണ്ടോ, ഇവിടെ അവരുടെ ആഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ലുലു കണക്റ്റ് ഡിജിറ്റൽ ഗ്രോസറി ഫ്രഷ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ഇതിൻ്റെ പ്രവർത്തനവും ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ലിഫ്റ്റ് വഴി മേലോട്ട് കയറാം. അപ്പോൾ നമ്മളിതാ ലിഫ്റ്റിൽ കയറിയിരിക്കുകയാണ്. ലിഫ്റ്റിൽ കയറിയിട്ട് 3ാമത്തെ നിലയിലാണ് നമ്മളുടെ തിയേറ്റർ ഉള്ളത്. അപ്പോൾ 3ാം നിലയിൽ നമുക്ക് പോകാം. നമ്മളെ ഓൺലൈൻ ടിക്കറ്റ് കാണിച്ച് നമുക്ക് അകത്ത് കയറാം. അകത്ത് കയറുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയ കഫറ്റീരിയ കാണാൻ പറ്റും. നമ്മളുടെ TVR സിനിമയൊക്കെ ഉണ്ടല്ലോ, TVR സിനിമ ട്രിവാൻഡ്രം കൊച്ചിയിലൊക്കെ അതേ കൂട്ട് കാണിക്കുന്ന കണക്ക് ചെറിയൊരു മിനി കഫറ്റീരിയ, അത്രയും വലുതൊന്നുമല്ല, ചെറിയൊരു കഫറ്റീരിയ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത വലിയ റേറ്റുകളില്ല. കാരണം ടീ ഫ്രഞ്ച് ഫ്രൈസ് 130, ഫ്രഞ്ച് ഫ്രൈസ് 140, സാധാരണ രീതി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുകളാണ് എല്ലാം കാണാൻ സാധിക്കുന്നത്. പെപ്സി 70, മിറിണ്ട 70. ഇത് ഇതൊരു നല്ലൊരു തുടക്കമാണ്. കാരണം മറ്റുള്ള മാളുകളിലെ മറ്റുള്ള മാളുകളൊക്കെ അറിയാമല്ലോ, ഭയങ്കര ഭീകരമായ റേറ്റാണ് ബിവറേജിനും നമ്മളുടെ സ്നാക്സിനൊക്കെ അവൈൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അഫോർഡബിൾ റേറ്റാണ്. അതാണ് ഇവിടെ എടുത്തു പറയേണ്ട മെയിനായിട്ടുള്ള കാര്യം. ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന സ്ക്രീൻ 1. ഇവിടെ ടോട്ടൽ 3 സ്ക്രീനാണുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ സ്ക്രീൻ 4K ആറ്റംസ് ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ ഈ സ്ക്രീനിലാണ് നമ്മളിന്ന് ആദ്യമായിട്ട് കയറി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എടുത്ത് പറയണ്ടേ, ഇവിടുത്തെ സീറ്റിങ്ങാണ്. നമ്മൾ നേരത്തെ PVRലൊക്കെ കണ്ടത് കണക്കുള്ള ഒരു ചെറിയൊരു മിനിയേച്ചർ പതിപ്പ് നമുക്കിവിടെ കുഷൻ സീറ്റുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനുള്ള ഇതാണ് തിയേറ്ററിനുള്ള വശം. സീറ്റൊക്കെ ഒരു പ്രീമിയം ലെവലുള്ള സീറ്റുകളാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇത് 180, ഈ താഴത്തേത് 180 രൂപയിലെ സീറ്റ്. മേളിലോട്ട് അങ്ങോട്ട് പോകുമ്പം 200, 210, പിന്നെ 340, 150 സീറ്റ്. ഇതാണ് തിയേറ്ററിൻ്റെ ഉൾഭാഗം. 4K അറ്റ്മോസ് കണ്ടോ. ഇപ്പം ഞാനിരിക്കുന്നത് റിക്ലൈനർ സീറ്റാണ്. റിക്ലൈനർ സീറ്റിന് 350 രൂപ. ഈ റിക്ലൈനർ സീറ്റിന് 350 രൂപയാണ് പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന സീറ്റ് 180, താഴെയുള്ളത് 180. അപ്പം 380, 210, 180 അങ്ങനെയാണ് സീറ്റിൻ്റെ നിരക്കുകൾ വരുന്നത്. ലൈറ്റിങ്സും സെറ്റിങ്സും ഒക്കെ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ വരുന്നവർ ശ്രദ്ധിക്കുക, ഇവിടെ സൈഡിലൊക്കെ സീറ്റുണ്ട്, പക്ഷേ പൊസിഷൻ വലിയ രസമില്ല. നിങ്ങൾ സീറ്റ് എടുക്കുമ്പോഴത്തേക്ക്
സെൻറ്റർ നോക്കിയെടുക്കുക. സെൻറ്ററിൽ മാത്രമേ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. കാരണം ഞാൻ ഓരോ സീറ്റിലും ഇരുന്ന് നോക്കി. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾ സെൻറ്റർ സീറ്റ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല ഇത്.